ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹോമി ക്രാഫ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ ഈ ജേണൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡയറി. ഈ ഡയറിയിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ മുഖം കാണിക്കാൻ അത്ര താല്പര്യമില്ല, വീഡിയോയിൽ വരാനൊന്നും അത്ര താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. ഒരു ചമ്മലും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കുന്നതായിരിക്കും, പക്ഷെ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറേ ഡിസൈനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പാറ്റേൺ പേപ്പേഴ്സാണ്. ഞാൻ കുറേ ഡിസൈൻസൊക്കെ നോക്കിയിട്ടുണ്ട്. പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് കറക്റ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കറൻറ്റും പോയിട്ടുണ്ട്. കറൻറ്റിൻ്റെ ഒക്കെ ഒരു കളി. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കിയിട്ട് കാർഡ്ബോർഡ് അടിയിൽ വെച്ചിട്ടാണ് വരച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് വളഞ്ഞും ചിരിഞ്ഞു പോയി. അത് ഞാൻ പിന്നെയാണ് ശ്രദ്ധിക്കണത്. അതാണ് എനിക്ക് തെളിയാത്തതും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ 2-3 വട്ടം അതിൻ്റെ മേലെ വരച്ച് വെക്കേണ്ടി വന്നു. അപ്പം ഞാനത് മേശയിൽ കയറി ചെയ്തപ്പോൾ കറക്റ്റായി കിട്ടി. അപ്പോഴാണ് മനസ്സിലായത് ആ കാർഡ്ബോർഡിൻ്റെ അടിയിലുള്ള ആ വരയാണ് അതങ്ങനെ ഇവിടുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ വരയ്ക്കണത് ഗ്രിൽ ലൈൻസാണ്. ഞാൻ ഇത് ചെയ്യണത് ക്യാൻഡി തീമിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിൻറ്റേജ് തീമിൽ ചെയ്യാം. വിൻറ്റേജ് തീം എന്ന് പറയുമ്പോൾ എല്ലാം ഒരു ബ്രൗണും ഒരു ഗ്രീനൊക്കെ ആക്കി കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിൻറ്റേജ് തീമും കിട്ടും. ഞാൻ വിൻറ്റേജ് തീം ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഒരു ഷോർട്സ് ആക്കി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ചെയ്യണത് ക്യാൻഡി തീമാണ്. അതുകൊണ്ട് തന്നെ ബ്ലൂ, പിങ്ക്, അങ്ങനെ റെഡ് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ലൈറ്റ് കളേഴ്സ് ഷെയ്ഡ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ലൈൻസ് ഇതാണ്. ഞാൻ മേശയിൽ നിന്ന് വരച്ചപ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് തെളിഞ്ഞത്. പിന്നെ വിചാരിച്ചു അവിടെ ഇരുന്ന് വരച്ച് കഴിഞ്ഞാൽ ഒന്നും തെളിയില്ല എന്ന് വിചാരിച്ച് ഞാൻ നേരെ മേശയിൽ കയറി ഇരുന്നുണ്ട്. അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഗ്രീൻ ലൈൻസ് തന്നെ വരയ്ക്കുക. പക്ഷേ ഗ്രീൻ ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു പാറ്റേൺ ചെയ്യണ പോലെയാണ് ചെയ്യണത്. അപ്പോൾ അതിന് ഞാൻ ഗ്രീൻ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കളർ മാറ്റിയിട്ടുണ്ട്. ഇത് ഓറഞ്ച് കളറാണ് ഞാൻ എടുത്തേക്കണത്. ഞാൻ ചെയ്യണത് ക്യാൻഡി തീമാണല്ലോ, ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിൻറ്റേജ് തീമാണെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യാം. പക്ഷേ ഇത് കുറച്ചുകൂടിയും ക്യൂട്ടാവാതെ വേറെ ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ഡിസൈനോ ലീഫോ അങ്ങനെയൊക്കെ വരച്ചെടുത്താൽ വിൻറ്റേജ് തീമാവും. ഞാൻ വിൻറ്റേജ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ഗ്രീൻ ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ബ്ലാക്ക് പെന്നാണ് എടുത്തത്. ഈ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ഒരു ഗ്രീൻ ലൈൻ വരച്ച് കൊടുക്കുക. ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. ഇതൊരു വേറൊരു പാറ്റേൺ ആയി കിട്ടും. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. ഒരു കാണാൻ ഒരു ഭംഗിയുള്ളൊരു ഇതാണ്. ഞാൻ ക്യാൻഡി തീം 2ാമത്തെ വട്ടമാണ് ഇപ്പോൾ ചെയ്ത് നോക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തരേണ്ടത് വെച്ചിട്ടാണ് ചെയ്യണത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ ജേണൽ സപ്ലൈസ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ ഹോം മെയ്ഡ് ജേണൽ സപ്ലൈസ് തന്നെയാണ് നമ്മുടെ ഈ ക്യാൻഡി ജേണൽ സീരീസിലും ചെയ്യണതൊക്കെ. അപ്പോൾ ആരെങ്കിലും ക്യാൻഡി ജേണൽ സീരീസ് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടൊക്കെ. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ലൈൻസ് പോലെ തന്നെ ബ്ലാക്ക് പെന്ന് കൊണ്ട് ഉള്ളിലും ഇങ്ങനെ കുറച്ച് ഗ്രിൽഡ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ്. ഇതൊരു വേറൊരു പാറ്റേൺ ആയി കിട്ടും. അടുത്തത് വരയ്ക്കാൻ പോണത് ഞാൻ സിൽക്ക് പെന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗോൾഡ് സിൽക്ക് പെന്ന് എടുത്തിട്ട് ബോയാണ് വരച്ചു കൊടുക്കുന്നത്. കുറച്ച് ബോസ് വരച്ചു കൊടുക്കാം. ഈ കളറൊന്നും കൊടുക്കണ്ട. സാധാ പോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ബോ വരച്ചു കൊടുത്താൽ മതി. കുറച്ച് ചിരിച്ച് കുറച്ച് വളച്ചൊക്കെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഗ്ലിറ്റർ പെന്നുകൊണ്ട് തന്നെ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് കൊണ്ടൊക്കെ വരച്ചു കൊടുക്കാം. സ്കെച്ച് കൊണ്ടോ ബ്ലാക്ക് പെന്നുകൊണ്ടോ റെഡ് പെന്നുകൊണ്ടോ എന്ത് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സിൽക്ക് ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ 3ാമത്തെ പാറ്റേൺ പേപ്പറിൽ ഞാൻ ചെയ്യണത് ഇങ്ങനെ കുറച്ച് ബോസാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ ബോ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്.
അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയാണ്. ചെറി പാറ്റേൺ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഞാനും ചെറി ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനൊരു റെഡ് ഇങ്കാണ് എടുക്കുന്നത്. എന്നിട്ട് 2 കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും 2 കുത്തായിട്ട് ഇങ്ങനെ പല സ്ഥലത്തും 2 കുത്തായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേണം അതിനെ മേലെ വരയ്ക്കാനുള്ള തണ്ട് വരയ്ക്കാൻ. അപ്പോൾ റെഡ് പാൻ എടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് റെഡ് സ്കെച്ച് വേണമെങ്കിൽ എടുക്കാം. റെഡ് സ്കെച്ച് കൊണ്ടും വരച്ചാലും നല്ല ഭംഗിയുണ്ടാവും. റെഡ് സ്കെച്ച് കൊണ്ട് വേഗം പണി കഴിയും. പക്ഷേ ഈ റെഡ് ആയതുകൊണ്ട് കുറച്ചിങ്ങനെ ഇതാക്കണം. പക്ഷേ എനിക്കിഷ്ടം ഈ റെഡിങ് കേട്ടോ. കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ ഞാൻ റൗണ്ടായി വരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഞാനൊരു അരമണിക്കൂർ ഇരുന്നുണ്ട് ഇതൊന്നും ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞാൽ. എനിക്ക് കുറച്ച് ലാഗടിച്ച് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂഡ് പോകും. പിന്നെ അത് അവിടെ നിന്ന് നിർത്തി വെച്ചിട്ട് വീണ്ടും വരും. പിന്നെ നിർത്തി വെച്ചിട്ട് വീണ്ടും വരും. അങ്ങനെയായിട്ട് കുറച്ച് നേരം എടുത്തു ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ. ഈ റൗണ്ട് വരയ്ക്കാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷേ അതിൻ്റെ ലീഫ് വരച്ചെടുക്കാൻ സിമ്പിളായിരുന്നു. അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഒരു വര വരയ്ക്കുക, നടുവിൽ കൊണ്ടുപോയിട്ട് ഒരു വര വരയ്ക്കുക, ഇത്ര മതി. നമ്മുടെ ചെറിയായി. ഈ ചെറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതും നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഫേവറേറ്റായി കൂട്ടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറി പാറ്റേൺ. അടുത്തത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നേരെ വരച്ച് ഇങ്ങനെ പോവാം. ഞാൻ ഇതിന് യെല്ലോ കളറായിട്ട് എടുത്തേക്കണേ, യെല്ലോ സ്കെച്ചാണ് എടുത്തേക്കണേ. ഇങ്ങനെ വരച്ച് പോവുക. ഇതും ഒരു നല്ല പാറ്റേൺ തന്നെയാണ്. ഇത് ഞാൻ കുറച്ച് പേരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ പിൻട്രസ്റ്റിലും ഇതുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും നമുക്കും ഇത് എടുത്തുകൂടാം എന്ന് വെച്ചാലും കോപ്പിയാണെന്നൊന്നും പറയരുത്. കോപ്പി എല്ലാവരും ചെയ്യണത് നമുക്കും ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാവരും നമ്മുടെ ഇഷ്ടത്തിലാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ ഉണ്ടാക്കി ഇടുന്ന വീഡിയോ ആണല്ലോ. അല്ലാതെ വേറെ ആരുടെ വീഡിയോ എടുത്ത് ഇടല്ലല്ലോ ചെയ്യണത്. നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇടണമല്ലോ. അതിനൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 ഭാഗത്തുനിന്നും ഇങ്ങനെ വരച്ച് ഞാൻ പോയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഒരു ലൈറ്റ് കളർ എടുത്തിട്ട് നേരെ വരച്ച് പോവാം. ഇതൊരു പാറ്റേണായി കൂട്ടാം. ഇതെന്ത് പാറ്റേൺ ആണെന്നൊന്നും അറിയില്ല. ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ എടുത്ത് ഒന്ന് വരച്ചതാണ്. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യേ. നിങ്ങൾ ഇങ്ങനെയൊക്കെ വരച്ച് നോക്കിയാൽ മതി. നമുക്ക് എങ്ങനത്തെ പാറ്റേൺ പേപ്പറും വേണമെങ്കിലും ഇങ്ങനെ ഈസി ആയിട്ട് വരച്ചെടുക്കാം. ഈ ഒരു ലൈൻസ് വരച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് കളർ എടുക്കാൻ ശ്രമിക്കണം. എന്നാലാണ് കുറച്ചൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഞാൻ 6 പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കിയെടുത്തേക്കണേ. ഇത് കഴിഞ്ഞാൽ നമുക്ക് വാഷി ടേപ്പാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഞാൻ വാഷി ടേപ്പ് ഉണ്ടാക്കിയില്ല. എന്താ പറഞ്ഞാൽ വാഷി ടേപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെന്തായാലും പോയി കാണാൻ ഞാൻ ഷോർട്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വാഷി ടേപ്പ് ഉണ്ടാക്കി എനിക്ക് വയ്യായിരുന്നു. ആകെ മൂഡ് പോയിരിക്കായിരുന്നു. പക്ഷെ ഞാൻ പിന്നെയാണ് ആലോചിക്കുന്നത് വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ വാഷി ടേപ്പ് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വാഷി ടേപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. അപ്പോൾ അടുത്ത നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടുണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനെ ഇട്ടുണ്ട് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും വരച്ചെടുക്കാൻ തീരുമാനിച്ചു. ഞാൻ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് പിൻട്രസ്റ്റിൽ പോയി പേപ്പർ കോപ്പി ആപ്പിൽ ലോക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട്, ട്രേസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതൊന്ന് കളർ കൊടുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്താ പറഞ്ഞാൽ എൻ്റെ ഫോൺ ചാവാനായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നാലും ഫോണിനെ അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. 11 ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ചാർജ്. പിന്നെയും ചാർജ് കുത്തിവെച്ചില്ലെങ്കിൽ ആകെ പോകുമെന്ന് വെച്ചിട്ട് ഞാൻ കളർ കൊടുക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കളറൊക്കെ കൊടുത്തു, കട്ട് ചെയ്തൊക്കെ എടുത്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റിക്കേഴ്സ് എൻ്റെ ഫേവറേറ്റ് സ്റ്റിക്കേഴ്സ് ആക്കിയിട്ടാണ് മാറ്റാൻ പോണത്. ഇതിലേക്ക് ഈ കോഴീനെയാണ് ക്യൂട്ടായിട്ട് തോന്നിയത്. എന്താ പറഞ്ഞാൽ നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിക്കുക. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിലത്തെ സ്റ്റിക്കർ ഇളക്കി എടുത്തിട്ട് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. ഇതെനിക്ക് ഒരു ഫേവറേറ്റ് മെത്തേഡാണിത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കറക്റ്റായി ഒട്ടിക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ രണ്ടാമത്തും എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഇതിൽ കാണിക്കുന്നുണ്ട്. അതും കണ്ടിട്ട് പോവാനായിട്ടില്ല, ഇനിയുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞേതാക്കി അത്ര പിശിക്കണമെന്നൊന്നുമില്ല. പക്ഷേ
എൻ്റെ ഡബിൾ സൈഡ് ടാപ്പ് കഴിയാനായിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വീഡിയോ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു, അതിന് വേണ്ടി വെച്ചൊക്കെയാണ്. എന്താ പറയുക, അതിൽ കുറേ ഡബിൾ സൈഡ് ടാപ്പ് വേണം, അതുകൊണ്ടാണ്. എന്താണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ വീഡിയോ വരുമ്പോൾ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ബാക്കിലും ഇങ്ങനെ ഈ ഡബിൾ സൈഡ് ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈസിയാണ്, ഇങ്ങനെ അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ സ്റ്റിക്കർ ഇളക്കിയിട്ട് നമുക്ക് എവിടെ ആവശ്യമുള്ളത് അവിടെ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. സെറ്റ് സ്റ്റിക്കറാണ് ഇത്. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദാ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തതും ഞാൻ കുറച്ച് ക്യൂട്ട് ബണ്ണി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുത്തത്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പെയിൻറ്റ് കളർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മൊത്തം വൈറ്റാണ്. ആ ബെഡിൻ്റെ ഇത് മാത്രമാണ് ഞാൻ കുറച്ച് കളറൊക്കെ കൊടുത്തിട്ടുള്ളൂ. മൊത്തം ബ്ലാക്ക് ഔട്ട്ലൈനും കുറച്ച് ബ്ലഷൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പറഞ്ഞാൽ ബെഡിൽ കിടന്നുറങ്ങാനൊരു ബണ്ണിയാണ് ഇത്. കുറച്ച് ബണ്ണികൾ വരച്ചെടുത്ത്, കുറച്ച് സ്പെഷ്യൽ ബണ്ണികൾ. ഇങ്ങനത്തെ സിമ്പിളായ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് പണി കഴിയുള്ളൂ. ഇതൊക്കെ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പെയിൻറ്റ് കളറൊന്നും കൊടുക്കണ്ട, ഈസി ആയി കഴിയും. അത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ബാക്കിലേക്ക് ഫെവി സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മേലേക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കുക. ഇതിങ്ങനെ കറക്റ്റ് ഇതാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിന്ന് നമ്മൾ പറിച്ചെടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും. അതും ഈസിയാണ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളത് അതാണ്. അപ്പോൾ ദാ ഇതിൻ്റെ ബാക്കിൽ ഫെവി സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ ഒട്ടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ലാസ്റ്റ്. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ആ ബെഡിൽ എടുക്കുന്ന ബണ്ണീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുറച്ച് ലേബൽസാണ്. ലേബലാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ആദ്യം നമ്മൾ ഒരു മൂടി എടുക്കുക, ഒരു ക്യാപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു സർക്കിൾ വരച്ചെടുക്കുക. നമ്മൾ ആദ്യത്തെ സർക്കിൾ കൊളാക്കി, രണ്ടാമത്തെ സർക്കിളും ചെറുതായി കൊളായുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ പോലെ ആയിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ സെറ്റാക്കാം. അങ്ങനെ ഞാൻ ഇത് 8 എണ്ണമാണ് കൊടുത്തിരിക്കണത്. എന്താ പറഞ്ഞാൽ ഞാൻ ഇതിൽ പേസ്റ്റൽ കളേഴ്സാണ് കൊടുക്കുന്നത്. ഈ 4 പേസ്റ്റൽ കളേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 എണ്ണം വെച്ചിട്ടാണ്, ഒരു കളർ 2 എണ്ണം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പേസ്റ്റൽ കളേഴ്സൊക്കെ അടിച്ചു കൊടുക്കുക. പേസ്റ്റൽ കളർ ഇല്ലെങ്കിൽ നമ്മൾ ഡാർക്ക് കളേഴ്സ്, കോമൺ കളേഴ്സ് എടുത്തിട്ട് വൈറ്റ് ആക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈക്ക് നോക്കുമ്പോഴാണ് ആകെ ലീക്ക് അടിച്ചിരിക്കണം. പിന്നല്ലേ മനസ്സിലായി, ഈ ബ്ലാക്ക് പെന്ന് ഞാൻ ഇതിൽ വരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ പേന ലീക്ക് അടിച്ച് ആ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച ഞാൻ ആ തുണീനൊക്കെ ഇതായിട്ടായിരുന്നു, ആകെ കൊളായി. എന്നിട്ട് ഞാൻ കഴുകി, എൻ്റെ കയ്യിൽ മൊത്തം ഇതായിരുന്നു, ആകെ പ്രശ്നമായി. അത് കഴിഞ്ഞാൽ ഞാൻ കഴുകിയിട്ടൊക്കെ വന്നു. അതിൻ്റെ ഉള്ളിൽ ഞാൻ പേസ്റ്റൽ കളേഴ്സ് അടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഈ പേസ്റ്റൽ കളേഴ്സൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് ഞാൻ ഈ പേസ്റ്റൽ കളേഴ്സൊക്കെ മേടിച്ചു തുടങ്ങിയത്. ഇത് പിന്നെയാണ് മനസ്സിലായത് ഇത് മേടിച്ചിട്ട് നല്ല ഉപകാരമൊന്നുമില്ല. ഒരു വലിയ വൈറ്റ് പെയിൻറ്റിൻ്റെ കുപ്പി മേടിച്ചാൽ മതി. പിന്നെ നമ്മളുള്ള എല്ലാ കളറും ആ വൈറ്റിലേക്ക് അടിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേസ്റ്റൽ കളേഴ്സ് റെഡിയായി. അപ്പോൾ ഞാൻ 2 എണ്ണം വെച്ചിട്ട് എല്ലാത്തിലേക്കും അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ലേബൽസ് എന്ന് പറയാൻ പറ്റില്ല, പിൻട്രസ്റ്റിൽ കണ്ടതാണ്. ഈ ജനറൽ സപ്ലൈസ് എന്നൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നമുക്കൊന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ എല്ലാ പേസ്റ്റൽ കളേഴ്സും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും വരയ്ക്കണമല്ലോ. ഇതിങ്ങനെ ഒന്നുമില്ലാതെ പ്ലെയിനായിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം പിന്നെ ഞാനൊരു പേസ്റ്റൽ കളർ എടുത്തു, സർക്കിൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡോട്ട് പോലെ ഇട്ട് കൊടുത്തു.
എന്നിട്ട് അതിനുള്ളിൽ ഞാൻ ഫൺ എന്നാണ് എഴുതി കൊടുത്തത്. ഇതിനുള്ളിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ആ ബ്ലാക്ക് പെൻ അവിടെ എടുത്ത് വെച്ചത്. പക്ഷെ അതാകെ ലീക്ക് അടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ സിൽക്ക് ബ്ലാക്ക് പെന്നിന് എടുത്തു. പക്ഷെ അത് അത്ര കാണാണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേറെ ബ്ലാക്ക് പെന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഇപ്പം ലീക്ക് അടിച്ചു. എന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. കുറച്ചൊരു കട്ടിയിൽ കൊടുത്താൽ മതി. ഞാനിതിൽ പെയിൻറ്റ് കുറച്ച് ഉണങ്ങിയിട്ടില്ല, പിന്നെ എനിക്ക് ഉണങ്ങാനുള്ള ക്ഷമയില്ല. അതുപോലെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു സ്ഥലം വരെ പോവാം. അപ്പോൾ അതിൻ്റെ തിരക്കിൽ ഞാൻ വേഗം ചെയ്യുന്നു. ഉമ്മ ചോദിക്കായിരുന്നു, കഴിഞ്ഞോ വായോ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഉണങ്ങാനൊക്കെ കാത്തിരിക്കുക. അപ്പോൾ ഞാൻ വേഗം ചെയ്തതാണ്. നിങ്ങളിത് ഉണങ്ങിയിട്ട് ബ്ലാക്ക് പെന്നോട് ചെയ്താൽ മതി, അപ്പോൾ ഈ സൈഡ് കിട്ടും. അപ്പോൾ ഞാനതിൽ കുറച്ച് സ്മൈലും ഹെലോ എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് ലവും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ടെന്നൊന്നും അറിയണമെന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കുത്തും ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു സ്റ്റാമ്പ്സ് ആണ്. കവായ് സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനെ ഇങ്ങനത്തെ 2 മടക്കിയ ഒരു പേപ്പർ എടുക്കുക. അത്ര നീളം വേണ്ട, നീളം കൂടിയോണ്ട് തന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ 2 സൈഡും കുറച്ച് അധികം ടൈറ്റിൽ കൂട്ടി പിടിച്ചിട്ട് ഈ റൗണ്ട് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഭാഗത്തും ഒന്ന് റൗണ്ട് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് 2 പേപ്പറായിട്ട് ഒരു കവർ സ്റ്റാമ്പ്സ് പോലെ തന്നെ നമുക്കൊരു കിട്ടും. ബാൻഡേജ് ലുക്കൊക്കെ ആയിട്ട് കിട്ടും. എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നെ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ആ ഡോളും ആ ട്രിങ്കൺ ഡിഷൊക്കെ കണ്ടോ? ഇതൊക്കെ ഞാൻ എൻ്റെ പണ്ട് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയതാണ്. ഞാൻ ഇപ്പോൾ 7ാം ക്ലാസ്സിലായിട്ട് എത്തിയിട്ടുള്ളൂ. ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ സ്കെച്ച് എല്ലാം ഞാനിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ 6 എണ്ണം ഒക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ റെഡ് സ്കെച്ച് എടുത്തിട്ട് ഗ്രീൻ ലൈൻസാണ് വരച്ചു കൊടുക്കണത്. ഇതും എനിക്ക് വരയ്ക്കാവുന്ന ടൈം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഓടി വരയ്ക്കുന്നത്. എന്താ പറഞ്ഞാൽ മമ്മി കോൾ ചെയ്തിരിക്കുകയായിരുന്നു. എന്താ പറഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മച്ചി കുറേ നേരം റെഡി ആയിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞാൻ വന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കത്തുമില്ല, മടി പിടിച്ചിട്ടിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 ഈ ബാൻഡേജ് പോലത്തെ സാധനം എടുത്തിട്ട് ഞാൻ ഗ്രീൻ ലൈൻസാണ് വരച്ചു കൊടുത്തത്. 2 ഗ്രീൻ ലൈൻസ് വരച്ചു കൊടുത്തു. ഒരു റെഡ് കളറും ഒരു യെല്ലോ കളറും യെല്ലോ അല്ല, പർപ്പിൾ കളറാട്ടോ. ഏതാണെന്നൊന്നും അറിവില്ലേടേ. അപ്പോൾ ഇത് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ അടുത്ത ദിവസമാണ്. അതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല എന്തൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ രണ്ടാമതും ഞാൻ ഗ്രീൻ ലൈൻസിനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക, അത്ര തന്നെ. അപ്പോൾ ഞാൻ രണ്ടാമതും ഗ്രീൻ ലൈൻസൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഗ്രീൻ ലൈൻസാണ് ഞാൻ അപ്പോൾ വരച്ചു കൊടുത്തത്. ഇതിങ്ങനെയൊക്കെ വരച്ചു കൊടുക്കുക. അടുത്തത് എടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ടൈമില്ലാത്തതുകൊണ്ട് കുത്ത് ഞാൻ ഇട്ട് പോയിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല, ആകെ എന്തായിരുന്നു. അപ്പോൾ ഞാൻ കുത്ത് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കളറിൽ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ക്യാൻഡി തീമാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ കുറച്ച് കളർഫുൾ സ്കെച്ച് എടുക്കുക. പിന്നെ അങ്ങനെ കുറച്ച് ഇങ്ങനെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെരിച്ച് വരച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ആയിട്ട് വരച്ചു കൊടുത്തു. നിങ്ങളിതിപ്പോൾ വിൻറ്റേജ് തീമാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇതൊക്കെ ബ്രൗണും ഗ്രീനൊക്കെ പ്ലെയിൻ ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അതിനാണ് കുറച്ച് വിൻറ്റേജ് തീം കിട്ടും. ഞാനത് ക്യാൻഡി തീം ചെയ്യണോണ്ടാണ് പല കളറിലും ചെയ്യണത്. ഞാൻ അടുത്തത് ജെറിയാണ് ചെയ്തത്. പക്ഷേ അത് ചെയ്യാനുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ വേഗം ഇട്ട് പോയി അങ്ങനെ ലീഫും വരച്ചു കൊടുത്തു. അപ്പോൾ 6 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു ക്യൂട്ടായി തോന്നി. അപ്പോൾ പിന്നെ ഞാൻ എന്തൊക്കെ എഴുതി കൊടുത്തു.
അതും ചെയ്തു. എന്താ എഴുതി കൊടുത്തതെന്നൊക്കെ ഒരു പിടിയില്ല. അപ്പോൾ ഇത്ര സാധനങ്ങൾ ചെയ്തത്. ഇതിൽ വാഷി ടാപ്പ് കൂടി ഉണ്ട്. പിന്നെ വാഷി ടാപ്പ് ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ ഉണ്ടാക്കി വീഡിയോ ഇട്ടുകൊണ്ട് ഇതിൽ ആഡ് ചെയ്തില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിൻറ്റേജ് തീം ഞാനൊരു ഷോർട്സ് ആക്കി ഇടുന്നതായിരിക്കും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് എന്തായാലും വരും. ബൈ.